അല്ല, ഞാൻ ഈ പാലക്കാടത്തെ കാര്യത്തെക്കുറിച്ചിട്ട് ഇന്ന് ചർച്ച ചെയ്യേണ്ട, അല്ല ഞാൻ മിണ്ടണ്ട എന്ന് വിചാരിച്ചതാണ്. പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം ഈ മാളിക മുകളിലേറിയ മന്നൻ്റെ തോളിൽ മാറാപ്പ് കയറ്റുന്നതും ഭവാൻ കേട്ടിട്ടില്ലേ? അതാണ് സത്യം. കാരണം എല്ലാ ദിവസവും എല്ലാ കളവും ഒരു ദിവസം പൊളിഞ്ഞു വീഴും എന്നുള്ളതാണ്. വർഷങ്ങൾക്ക് മുൻപ് ഞാനിത് അനുഭവിച്ച ആളാണ്. അതുകൊണ്ട് ഞാൻ അന്നത് ക്ലാരിറ്റിയോടുകൂടി വന്ന് പറഞ്ഞതാണ്. അപ്പോൾ കേരളത്തിലെ സൈബർ അറ്റാക്കൊക്കെ ആവശ്യത്തിൽ കൂടുതൽ അന്ന് ഞാൻ നേരിട്ടതാണ്. അപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം എന്താണ്, കേരളത്തിലൊരു ഇലക്ഷൻ വരുന്നു. 9 ഇലക്ഷനിൽ പങ്കെടുത്ത ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുകയാണ് പാലക്കാട്. അപ്പം എന്താണ് പാലക്കാടിൻ്റെ പ്രത്യേകത? കേരളത്തിലെ എ ക്ലാസ് മണ്ഡലങ്ങളിൽ ഒന്നാണ് പാലക്കാട്. പാലക്കാടിൽ നരേന്ദ്രമോദി, ഇന്ത്യയുടെ പ്രധാനമന്ത്രി, വന്ന് പ്രസംഗിക്കുന്നു. കോൺഗ്രസിൻ്റെ അവിടുത്തെ MLA ഒരു ലൈംഗിക പീഡന കേസിൽ പെട്ടിട്ട് മാറി നിൽക്കുന്നു. അവിടെ ശക്തമായ മത്സരം, BJPക്ക് ഒരു സാധ്യതയുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ ആ സ്ഥലത്തേക്കാണ് ശോഭാ സുരേന്ദ്രൻ വന്നിറങ്ങുന്നത്. അപ്പോൾ എന്താണ്, ഭയങ്കര ഹൈപ്പാണ് അവർക്ക് കിട്ടുന്നത്. ആ ഹൈപ്പ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഹൈപ്പ് എന്ന് പറയുന്നത് പാലക്കാടത്തെ ജനങ്ങൾ ശോഭാ സുരേന്ദ്രൻ്റെ അല്ലെങ്കിൽ BJPനെ വിജയിപ്പിക്കും എന്നുള്ളൊരു ധാരണേൻ്റെ പുറത്താണല്ലോ ആ ഹൈപ്പ് കിട്ടുന്നത്. അതുകൊണ്ടാണല്ലോ എ ക്ലാസ് മണ്ഡലമായി BJP പാലക്കാട് തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നത്. അങ്ങനെ പാലക്കാട് തിരഞ്ഞെടുത്ത് ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുന്നു. രമേശ് പിഷാരടി വരുന്നു. അവിടെ വേറൊരു സ്ത്രീ പീഡന കേസ് വരുന്നു. ആ കേസുമായി ബന്ധപ്പെട്ട് ശോഭാ സുരേന്ദ്രൻ്റെ SP ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്നു. വലിയ രീതിയിൽ പ്രൊപ്പഗൻഡ ഉണ്ടാക്കുന്നു. അത് കഴിഞ്ഞിട്ട് എല്ലാ വീടുകളും കയറി ഇറങ്ങുന്നു. BJPയുടെ പ്രശ്നം അവിടെ നിൽക്കുന്നു. ഈ സമയങ്ങളിലൊന്നും ഞാൻ ആലോചിച്ചു, എന്തുകൊണ്ടായിരിക്കും പാലക്കാട് നിന്ന് കാര്യമായ വാർത്തകളൊന്നും വരാത്തത് എന്നുള്ളത്. ഞാൻ പേഴ്സണലി അവിടുന്ന് വലിയ രീതിയിൽ വാർത്ത വന്നാൽ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്താൽ മതി എന്ന് പറയും. കാരണം എന്തുകൊണ്ടാണ്, അതെല്ലാം നമ്മുടെ തലയിൽ വന്ന് ചാടണ്ട എന്നുള്ളത് കൊണ്ട് ഞാൻ പറഞ്ഞത് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്താൽ മതി. എന്ത് വാർത്തയുണ്ടെങ്കിലും ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്താൽ മതി. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഇത് നേരെ തിരിച്ച് ഇങ്ങനൊരു സാധനം തന്നെ ആ ലോകത്ത് നടന്നിട്ടില്ല എന്ന് വന്ന് പറയാൻ പോകും എന്നുള്ളത് എനിക്ക് അറിയാവുന്നതുകൊണ്ട് ഞാനത് എന്താണ് ശോഭ പറയുക എന്നുള്ളത് നമുക്ക് അറിയാവുന്നതുകൊണ്ട് ഇങ്ങനൊരു സാധനം തന്നെ ഇല്ല, ഞാൻ പാലക്കാട് ജില്ലയിൽ തന്നെ ഇല്ല എന്ന് വേണമെങ്കിൽ അവർ പറയും. അപ്പോൾ അതുകൊണ്ട് അത് വരും എന്നുള്ളത് അറിയാവുന്നതുകൊണ്ട് നമ്മളത് കാര്യമായി കൈകാര്യം ചെയ്തില്ല. പിന്നെ എന്താണ് സംഭവിക്കുന്നത്, ശോഭനെ കുറിച്ചിട്ട് ശോഭനയ്ക്കെതിരെ ഒരു നേതാവ് ആരോപണം പറഞ്ഞിട്ടില്ല എന്ന് ഞാനത് കേൾക്കുമായിരുന്നു. ശോഭ തന്നെയാണ് എല്ലാം വെളുക്കാൻ വെച്ചത് പാണ്ടായി എന്ന് പറയുന്നത്. പുള്ളിക്കാരി പറഞ്ഞ് നേരെയാകുകയാണ്. ആദ്യത്തെ വീഡിയോ നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ കാറിലിരിക്കുന്ന വീഡിയോ ആണല്ലോ ആദ്യം കാണുന്നത്. ആ കാറിലിരിക്കുന്ന ഈ ഡ്രൈവറായ കോൺഗ്രസ് നേതാവ് ചോദിക്കുകയാണ്, ശോഭ ചേച്ചി, അപ്പോൾ അവർ എന്താണ് പിന്നെ അവിടെ 1-2 വീട്ടിൽ പൈസ കൊടുത്തു എന്ന് പറഞ്ഞു കേട്ടല്ലോ, മോശമല്ലേ പൈസ കൊടുക്കുന്നത് എന്നുള്ളത്? അതിനെന്താ പൈസ കൊടുത്തത് ഈ കുട്ടിയുടെ വല്യമ്മയാണ്. ഈ കുട്ടിയുടെ വല്യമ്മയാണ്. പൈസ കൊടുത്താൽ എന്താണ്, ഇത് ആ കുട്ടിയുടെ വല്യമ്മയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇദ്ദേഹം ചോദിക്കുകയാണ്, ആരുടെ? ഈ കുട്ടിയുടെ. ഇത് മഹാരാഷ്ട്രയിൽ നിന്ന് കുട്ടിയാണ്, മനസ്സിലായോ? അത് കഴിഞ്ഞിട്ട് പുള്ളി ഒരു പറയുന്നത് അറിയാം, നിങ്ങളെന്തിനാ ഫോട്ടോ എടുക്കുന്നത്, നിങ്ങളെങ്ങനെ ഫോട്ടോ എടുക്കുന്നത് പറഞ്ഞിട്ട് ആ വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഈ പയ്യൻ്റെ അടുത്തേക്ക് വരികയാണ്. ഈ പുറകെ എന്നിട്ട് അവനോട് ചെയ്യാൻ പോകുന്ന ഫോൺ തട്ടിപ്പറിക്കാൻ വരുന്നു. ഇപ്പുറ സൈഡിൽ കൂടെ പ്രമീളാദേവി വന്നിട്ട് ഫോൺ തട്ടിപ്പറിക്കാൻ, പുറകിൽ കൂടെ വന്നിട്ട് പ്രമീളാദേവി വന്നിട്ട് ഫോൺ തട്ടിപ്പറിക്കാൻ ശ്രമിക്കുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് ആ പയ്യൻ എന്ന് പറയുക ഒരു 23 വയസ്സല്ലേ ഉള്ളൂ. ഒരു 23 വയസ്സുള്ള പയ്യൻ വളരെ മാന്യമായിട്ട് ശോഭ ചേച്ചി എന്നാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുഴുവൻ. ഈ കാർ ഓടിക്കുന്ന കോൺഗ്രസ് നേതാവും ശോഭ ചേച്ചി എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം പോലും ശോഭ എന്ന് പറയുന്നില്ല, ശോഭ ചേച്ചി എന്നാണ് പറയുന്നത്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് എന്തറിയോ, നീ ആരാ, എൻ്റെ സ്ത്രീയുടെ ഫോട്ടോ എടുക്കാൻ നീ ആരാ, അതിൻ്റെ കരണം അടിച്ച് പൊട്ടിക്കും എന്ന് പറയുകയാണ്. അപ്പം ഇവരെന്താണ് അത് ചെയ്യേണ്ടത് ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക്? പിന്നെ അവർ ശോഭ ചേച്ചി എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ നിങ്ങൾ ഒരു സ്ഥാനാർത്ഥിയല്ലേ, നിങ്ങളിങ്ങനെ പൈസ കൊടുക്കാൻ പാടുമോ എന്നാണ് ചോദിക്കുന്നത്. അതവിടെ അവസാനിക്കുകയാണ്. ശരിക്കും ഇത്രയല്ലേ വിഷയമുള്ളൂ. രണ്ടാമത്തെ വിഷയം എന്താണ്, ഈ സ്ത്രീ പോയി ഈ പിന്നെ സിമി പോയി ഇവർക്ക് പൈസ കൊടുക്കുന്നു, അവർ തിരിച്ചു വരുന്നു, ഇവർ പോയി ആ കൈ തുറന്നു നോക്കുന്നു, അതിൻ്റെ അത് പൈസ ഇരിക്കുന്നു എന്നുള്ളതാണ്. ഇത്രയല്ലേ വിഷയമുള്ളൂ. സംഭവിച്ചത് എന്താ, ശോഭ വന്നിട്ട് ചോദിക്കുകയാണ്, ഏത് സ്ത്രീയാ? അപ്പോൾ പറഞ്ഞാൽ ഈ വെള്ള ചുരിദാറിട്ട സ്ത്രീ. അതിന് ആ സ്ത്രീ എവിടെ? എൻ്റെ വണ്ടിയിലുണ്ടായിരുന്നോ? ഞാനും പ്രവീണയും മാത്രമല്ലേ ആ വണ്ടിയിലുണ്ടായിരുന്നുള്ളൂ. അല്ല, എൻ്റെ വേറെ ആരും ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ അല്ല, ആ വണ്ടിയിൽ വേറെ ആളുണ്ട്. എന്നാൽ പിന്നെ വിഷ്വൽ കാണിക്കേ. അപ്പോൾ കയറുന്ന വിഷ്വൽ പറഞ്ഞിട്ടില്ല, വിഷ്വൽ കാണിക്കേ. അപ്പോൾ വിഷ്വൽ കാണിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ഈ വിഷ്വൽ കണ്ട ഇത് നിഴലല്ലേ എന്ന് പറയുകയാണ്. അത് കഴിഞ്ഞിട്ടോ അപ്പം വിഷ്വൽ ഉണ്ടെന്ന് മനസ്സിലാക്കി പുള്ളിക്കാരിക്ക്, അത് ഫോട്ടോ ഉണ്ടെന്ന് മനസ്സിലായി. എന്നാൽ പിന്നെ കയറുന്ന വിഷ്വൽ കാണിക്ക്, ഇറങ്ങുന്ന വിഷ്വൽ കാണിക്ക് എന്ന് പറയുകയാണ്. അപ്പം കയറുന്ന വിഷലില്ല, പക്ഷേ ഇറങ്ങുന്ന വിഷല് ഇവർ തന്നെ തള്ളി അതിലേക്ക് വെച്ചിട്ട് അടയ്ക്കുകയാണ്. നിങ്ങൾ പുറത്തിറങ്ങേണ്ടത് ശോഭയുണ്ട് അതിൻ്റെ അകത്ത്.
എന്നിട്ട് എന്താ പറയുന്നത്, അയ്യോ അങ്ങനെ ഒരു സംഭവം തന്നെ ഇല്ല എന്ന് വരുത്തി തീർക്കാൻ വരികയാണ്. പിന്നെ പറയുന്നത് എന്താണ്, പിന്നെ പറയുന്നത് അതാ സാധനം അവസാനിച്ചു. അത് കഴിഞ്ഞ് പറയുന്നത് എന്താ, നിങ്ങളുടെ കയ്യിൽ പൈസ കൊടുക്കുന്ന വിഷയമുണ്ടോ? മാധുവിൻ്റെ ചർച്ചയിൽ പ്രശാന്ത് ശിവൻ നിങ്ങൾ പൈസ കൊടുക്കുന്ന വിഷയമുണ്ടോ, പൈസ കൊടുക്കുന്ന വിഷയമുണ്ട്, അത് കാണിക്കുക എന്ന് പറയും. പൈസ കൊടുക്കുന്ന വിഷയം കാണിക്കുമ്പോൾ പിന്നെ അതിനെക്കുറിച്ച് മറുപടി പറയുന്നില്ല. പൈസ കൊടുക്കുന്നത് ഇത് കയ്യിൽ വെച്ച് തുറന്ന് കാണിച്ചു കൊടുക്കുന്നവർക്ക് പൈസ വെച്ച് കൊടുക്കുന്ന ഒരു സംവിധാനം എന്ന് പറയുന്നത് ഏത് ലോകത്താണ് ഇവർ ജീവിക്കുന്നത്? പൈസ കൊടുക്കുക മാത്രമല്ല കേട്ടോ, അവരെ ശബ്ദമുണ്ട്, പൈസ കൊടുത്തു കിട്ടോ എന്ന് പറയുന്നുണ്ട് ഇറങ്ങുമ്പോൾ, പൈസ കൊടുത്തു കിട്ടോ എന്ന് പറയുന്നത്. ഇതിന് ദൈവത്തിൻ്റെ കണ്ണാണിത്, മനസ്സിലായില്ലേ? ഈ മേലേന്ന് നോക്കുമ്പോൾ കറക്റ്റാണ്, ഒരെണ്ണം പോലും മിസ്സാവത്തില്ല. ആ കണ്ണിൻ്റെ ഭാഗത്തിൽ കിട്ടുന്നതാണ്. Meet the editors.